ഹല്ല ഗൈസ്, സാഹസം കാണാൻ പോകാന്ന് വിചാരിച്ച് ജസ്റ്റ് ബുക്ക് മൈ ഷോയിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി. ഒരൊറ്റ സീറ്റ് പോലും ബുക്കിംഗ് ആയിട്ടില്ല. 9:30 ഷോയ്ക്കാണ് നോക്കിയത്. പിന്നെ ഞാൻ വിചാരിച്ച് കുറേ നാളായി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പം മൊത്തം ബുക്ക് മൈ ഷോയിലാണ് എടുക്കുന്നത്. അപ്പം എന്തായാലും പിന്നെ തിക്കും തിരക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ ഡയറക്റ്റ് പോയി ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്നൊന്നും അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. 2 വണ്ടി ഉണ്ട്, എന്താണ് അവസ്ഥയെന്ന് നോക്കാം. എത്ര പേരുണ്ട് ചേട്ടാ? ആളുണ്ടോ? ആളുണ്ട്, ഷോ ഉണ്ട്, ഗ്യാരണ്ടി ആയി. അങ്ങനെ ഒരുപാട് നാളത്തേക്ക് ശേഷം തിയേറ്ററിൽ വന്ന് നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8 പേരെന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് സിനിമ കണ്ടിട്ട് എന്താണെന്ന് നോക്കാം. അങ്ങനെ സാഹസം കണ്ട്. ഇന്നലെ പിന്നെ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബാക്കി പറയാമെന്ന് വിചാരിച്ച്. റംസാനും നമ്മുടെ പ്രേമത്തിലെ ശബരീഷ്, പിന്നെ ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ചെയ്യുന്ന പുള്ളിയുടെ പേര് ഞാൻ മറന്നു, ഹരിവരാസനം അങ്ങനെ എന്തോണ് പുള്ളിയുടെ പേര്, അങ്ങനത്തെ എന്തോ പേരാണ്. പിന്നെ നമ്മുടെ നരയൻ, നമ്മുടെ ബാബു ആന്റണി, ഇവരെല്ലാവരും, പിന്നെ ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി അഭിനയിച്ച സാഹസം. പക്ഷേ എന്തോ ഒരു അടിപൊളി പടം. ഈ പടമൊക്കെ കാണാൻ തിയേറ്ററിൽ ആളില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോകും. തിയേറ്ററിൽ പോകുമ്പം ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു തിയേറ്ററിൻ്റെതായിട്ടുള്ളൊരു വൈബും നമുക്ക് കുറച്ചും കൂടി ഒരു ഭയങ്കര ഒരു പടത്തിലോട്ടൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഭയങ്കര അനോയിങ് ആയിട്ടൊന്നും അല്ല. ഓൾറെഡി തിയേറ്റർ മൊത്തം സൈലന്റ് ആണ്. നമുക്ക് പടത്തിലോട്ട് കയറി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ കൂടെ ഇവന്മാർ തിയേറ്ററിൽ ലൈറ്റ് ഓഫ് ചെയ്യൂല. പടം തുടങ്ങി ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ ലൈറ്റ് ഓഫ് ചെയ്യണത്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇറങ്ങിപ്പോയി പറയാൻ പറ്റില്ലല്ലോ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. സെയിം അവസ്ഥ തന്നെ ഇന്റർവെല്ല് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 1/2 മണിക്കൂറോളം ലൈറ്റ് ഇട്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ. പടത്തിലോട്ട് വരുമ്പം അത്യാവശ്യം നല്ലൊരു അടിപൊളി പടമാണ്. കോമഡി ഉണ്ട്. കോമഡിയൊക്കെ നമുക്ക് ചിരി വരുന്ന കോമഡി തന്നെയാണ്. സിറ്റുവേഷൻ കോമഡി പോലത്തെയും. പിന്നെ ചെയ്തിരിക്കുന്ന എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്. നമുക്ക് ഒരാളുടെ പെർഫോമൻസ് ശരിയല്ല എന്ന് പറയേണ്ട ഒരാവശ്യമില്ല. എല്ലാവരും നീറ്റായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവയൊക്കെ നെഗറ്റീവ് ഷെയ്ഡാണ്. ജീവയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡൊക്കെ പൊളിയായിരുന്നു. ഒരിക്കലും അയ്യോ ഈ ക്യാരക്ടറിന് ഇയാൾ ചേരൂല അങ്ങനൊന്നും നമുക്ക് പറയേണ്ടി വരില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നരേൻ്റെ ക്യാരക്ടർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ പാളിപ്പോവേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പുള്ളി അടിപൊളിയായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കുറെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ വരും. മറ്റേ കോമഡി എന്നുള്ളൊരു ടൈപ്പിലോട്ട് വരുന്ന കുറെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വരും. അത് ജസ്റ്റ് ഒന്ന് പാളിയിരുന്നെങ്കിൽ ചളി ആവേണ്ട സാധനമാണ്. പക്ഷേ അതൊരു നമുക്കൊന്നും ചളിയായിട്ടൊന്നും തോന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട പടത്തിന്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു സന്തത സഖിയെ. പക്ഷെ ആ പാട്ട് ഓൾറെഡി ഞാനത് ലൂപ്പിൽ കയറി കേൾക്കുന്ന പാട്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ ആ പാട്ടിലോട്ട് വന്ന് കുറച്ചൊന്ന് ഫീൽ ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴേക്കും 2 വരി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാട്ട് നിർത്തി കളഞ്ഞ്. നമ്മളൊരു ഫീലിലോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ പാട്ട് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മുടെ ബൈജു അണ്ണനൊക്കെ പടത്തിൽ സീൻസൊക്കെ ഒരുപാട് സീൻസ് അങ്ങനെയല്ല, ഒരു കുറേ സന്ദർഭങ്ങളാണ്. ഓരോ ഒരു ബോംബെയിലൊരു സംഭവം നടക്കുന്നു, നമ്മുടെ ഇവിടെ കേരളത്തിലൊരു സംഭവം നടക്കുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങളെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറെ ആൾക്കാരും അതിലുൾപ്പെടുന്ന കുറെ ആൾക്കാരുടെ പല സന്ദർഭങ്ങളിൽ നിന്ന് വരുന്ന കഥയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്ന നമ്മുടെ ഇടയ്ക്കൊരു പടം ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടം മോഡലായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പടം കണ്ടപ്പോഴത്തേക്ക് വെട്ടം പോയിട്ടൊരു വേ പോലും എനിക്ക് ഫീൽ ആയില്ല. ഈ പടത്തിലോട്ട് വരുമ്പം വെട്ടം പോലത്തെ പടമാണ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമുക്ക് വെട്ടത്തിൽ എന്താണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒരു പോയിന്റിലോട്ട് വരുന്ന കുറെ പരിപാടികളുണ്ടല്ലോ. അപ്പൊ അതേപോലത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബൈജോണിന്റെ മാസ് സീനൊക്കെ കൊണ്ട് ചിരിച്ച് ചാവും. ഞാൻ സംഭവം തിയേറ്ററിൽ ഒറ്റയ്ക്കായിപ്പോയി. അപ്പം എനിക്കൊന്ന് കൂടെ ചിരിക്കാനോ സത്യം ഞാൻ ആഗ്രഹിച്ചു പോയി. തിയേറ്റർ ഒന്ന് ഫുള്ളായിട്ടിരുന്നിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്ന് ചിരിക്കായിരുന്നല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പിന്നെ നമ്മുടെ ബാബു ആന്റണി എടുത്തു പറയേണ്ട കാര്യമില്ല. പുള്ളി ആക്ഷനൊക്കെ അത് ലെവൽ തന്നെയാണ്. അതേപോലെ തന്നെ
പുള്ളിയുടെ അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് മറ്റേ ഉടനീളം ഒന്നുമല്ല, ജസ്റ്റ് പുള്ളിക്കായിട്ട് വരുന്ന കുറച്ച് സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മളെല്ലാവരും കേട്ട മറ്റേ ഓണം മൂഡ് പാട്ട്, അത് നല്ല രീതിയിൽ തന്നെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ആ സോങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ആ അതിൻ്റെ ഒരു BGM പോർഷനുണ്ട്. അതൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹരം തോന്നും. പിന്നെ റംസാൻ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ പുള്ളിക്ക് എന്താണോ ക്യാരക്ടർ എടുത്തേക്കുന്നത് അത് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെയും ഒന്നും കുറ്റം പറയാനില്ല, എല്ലാവരും അവരവരുടെ ക്യാരക്ടർ പക്ക ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പടമാണ്. ചിരിക്കാനൊക്കെ അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്, ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. പഴയ പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു, അതെല്ലാം കൂടി ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നു, അങ്ങനത്തെയൊക്കെ ഒരു ടൈപ്പാണ്. ഉറപ്പായിട്ടും നമുക്ക് തിയേറ്ററിൽ എൻഗേജിങ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഇപ്പം ഈ പടമൊക്കെ ഇറങ്ങി ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ തിയേറ്ററിൽ കാണാൻ ആളില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാർ ഇതിൻ്റെ പുറകിൽ കാണും, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും അവരുടെ ടൈമും കാശും എല്ലാം കളഞ്ഞിട്ട്, ഓക്കെ ശരിയാണ്, എത്ര ഹാർഡ് വർക്ക് ചെയ്തു, നമ്മൾ എന്ത് എഫേർട്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ പടം തിയേറ്ററിൽ വന്ന് ഓഡിയൻസിന് വർക്ക് ആയാലേ കാര്യമുള്ളൂ. പക്ഷേ ഇങ്ങനെ ഓഡിയൻസിന് വർക്ക് ആവുന്ന പടമായിട്ട് പോലും ആ പടത്തിന് ആളില്ല എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. മാക്സിമം എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാൻ നോക്കണം. പടം ഒരു നോർമൽ ആവറേജ് പടമാണെങ്കിൽ പോലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നില്ലല്ലോ, നമുക്ക് OTT ആയാലും കാണാം എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ പടം തിയേറ്ററിൽ കാണാത്തവര് OTT വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ മിസ്സായ പടം എന്ന് പറയും. ഉറപ്പായിട്ടും നമുക്ക് തിയേറ്ററിൽ എൻഗേജിങ് ആയിട്ട് ഇരുന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ച്, നമുക്ക് ഇടയ്ക്ക് മറ്റൊരു പടക്കളമൊക്കെ വന്നല്ലോ, അപ്പം അതൊക്കെ പോലത്തെയൊക്കെ ആ ജേണറൊന്നും അല്ല, പക്ഷെ അതുപോലെയൊക്കെ നമുക്ക് എൻഗേജിങ് ആയിട്ടിരുന്ന് കണ്ട് നമുക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റും. നമുക്ക് എടുക്കുന്ന ടിക്കറ്റിന് വെർത്തായിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ ഈ പടത്തിന് ആളില്ല എന്നപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പടം ഈ ആഴ്ച തന്നെ തിയേറ്റർ വിട്ട് പോകുമെന്ന് തോന്നിപ്പോയി. കാരണം ഇന്നലെ ഞാൻ അത്യാവശ്യം ബുക്ക് മൈ ഷോയിൽ ഒരുപാട് തിയേറ്റർ നോക്കി. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിലൊക്കെ ഉള്ള തിയേറ്ററിൽ ഏകദേശം 4-5 ബുക്കിംഗ് ഒക്കെയാണ് ഞാൻ നോക്കുന്ന ടൈമിൽ. നൈറ്റ് 9:30 ഷോയ്ക്ക് ഒരിടത്തും അധികം ബുക്കിംഗ് ഒന്നും ഇല്ല. PVR ലുലുവിൽ നോക്കി 10:45 ഷോയ്ക്ക്. അതൊക്കെ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരിടത്തും അധികം ഭയങ്കര ഞാൻ പോയ തിയേറ്ററിൽ ഞാൻ പോകുന്ന വരയ്ക്കും ബുക്ക് മൈ ഷോയിൽ ഒരു ബുക്കിംഗ് പോലും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാവരും ഞാൻ വിചാരിച്ച പോലെ ഡയറക്റ്റ് വന്ന് എടുക്കാം എന്ന് വിചാരിച്ചതായിരിക്കും. എല്ലാവരും പടം കാണണം, അടിപൊളി പടമാണ്, നല്ലൊരു പടം. പിന്നെ അടിപൊളി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ പലർക്ക് ചിലപ്പം പല രീതിയിലായാലും കണക്ട് ആവണം. ചിലപ്പോൾ ഒരു 10 പേര് കാണുമ്പോൾ ചിലപ്പോൾ 2 പേർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരാം, അതൊക്കെ ഡിപ്പെൻസ് ആണ്. എന്നിരുന്നാലും നമുക്ക് തിരക്കേടില്ലാത്തൊരു പടം തന്നെയാണ്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു എന്റർടൈനറാണ് പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ലക്ക് ഫാക്ടർ അവിടെ ഉണ്ട്. ഹാർഡ് വർക്ക് കിട്ടെന്ന് പറഞ്ഞാലും ഒരു ലക്ക് ഫാക്ടറിലായിരിക്കും എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും സക്സസ്സിലോട്ട് പോണത്. സോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം പറ്റുന്നവർ പോയി കാണുക, വിജയിപ്പിക്കുക. വേറൊരു റിവ്യൂ അല്ലെങ്കിൽ വേറൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.